ഗൃധ്ര ശ്രേഷ്ഠനായ ജടായുവെ ദഹിപ്പിച്ച് ശ്രീരാമൻ തന്നെ നേരിട്ട് ശ്രീരാമനും ലക്ഷ്മണനും ഉദകക്രിയ ചെയ്ത് കുളിച്ച് അനന്തരം അവർ യാത്ര പുറപ്പെട്ടു എന്നുള്ള ഭാഗം വരെയാണ് വായിച്ചത്. അല്ലേ അല്ലേ കൃത്വൈവ മുദകം തസ്മൈ പ്രസ്ഥിതൗ രാമലക്ഷ്മണൗ അവേക്ഷന്തൗ വനേ സീതാം പശ്ചിമാം ജഗ്മതുർദിശം. കൃത്വൈവ മുദകം തസ്മൈ തസ്മൈ ഉദകം ഏവം കൃത്വ അവനായിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ജടായുവിനായിക്കൊണ്ട് ഇപ്രകാരം ഉദകദാനം ചെയ്തിട്ട് രാമലക്ഷ്മണവും പ്രസ്ഥിതവും രാമലക്ഷ്മണന്മാർ പുറപ്പെട്ടവരായി. എങ്ങനെ? സീതാം വനേ അവേക്ഷന്തൗ വനത്തിൽ സീതയെ അന്വേഷിക്കുന്നവരായിട്ട് രണ്ടുപേരും പുറപ്പെട്ടു. പശ്ചിമാം ദിശം ജഗ്മതു പടിഞ്ഞാറോട്ട് യാത്ര ചെയ്തു, പടിഞ്ഞാറൻ ഭാഗത്തേക്ക് യാത്ര ചെയ്തു. തൗ ദിശം ദക്ഷിണാം ഗത്വാ ശരചാപാസിധാരിണൗ അവിപ്രഹതമൈക്ഷ്വാകൗ പന്ഥാനം പ്രതി ജഗ്മതുഃ. തൗ ശരചാപാസിധാരിണൗ അവർ രണ്ടുപേർ അമ്പ്, വില്ല്, വാള് എന്നിവയെ ധരിച്ചവരായിട്ട്. അമ്പുണ്ട്, വില്ലുണ്ട്, വാളുണ്ട്, ഇവയെ ധരിച്ചവരായിട്ട് കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം അവിപ്രഹതം പന്ഥാനം ഗത്വ ഒട്ടും ജനവാസമില്ലാത്ത വഴിയിലെത്തിയിട്ട് ദക്ഷിണാം ദിശം പ്രതി ജഗ്മതു തെക്കൻ ദിക്കിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ പടിഞ്ഞാറോട്ട് പോയി കുറേ ദൂരം പടിഞ്ഞാറ് പോയപ്പോൾ ഒരു ജന്തുക്കളൊന്നും ഇല്ലാത്ത, ജീവജാലങ്ങളില്ലാത്ത സ്ഥലത്തെത്തി. അപ്പോൾ തെക്കോട്ട് യാത്ര ചെയ്തു. ഗുൽമൈ വൃക്ഷൈശ്ച ബഹുഭിഃ ലതാഭിശ്ച പ്രവേഷ്ടിതം ആവൃതം സർവതോ ദുർഗം ഗഹനം ഘോരദർശനം വ്യതിക്രമ്യതു വേഗേന വ്യാളസിംഹനിഷേവിതം സുഭീമം തന്മഹാരണ്യം വ്യതിയാതൗ മഹാബലൗ. മഹാബലൗ തൗ മഹാബലശാലികളായ അവർ രണ്ടുപേരും വേഗേന വളരെ വേഗത്തിൽ, പതുക്കെയൊന്നുമല്ല, വളരെ വേഗത്തിൽ ബഹുഭിഹി ഗുൽമൈഹി ലതാഭിഹി പ്രവേഷ്ടിതം ഇതാണ് അനേക ഗുൽമങ്ങൾ. ഗുൽമം എന്ന് പറഞ്ഞാൽ അടിക്കാട്, പൊന്തക്കാട് എന്നൊക്കെ പറയും. അടിക്കാട് നിറഞ്ഞതും വൃക്ഷൈഹി മരങ്ങളാൽ നിറഞ്ഞതും ലതാഭിഹി വള്ളികളാൽ നിറഞ്ഞതും ആയ പ്രദേശങ്ങൾ. എങ്ങനെയുള്ളതാണ്? ഘോരദർശനം, കാണുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന തരം പ്രദേശങ്ങളെ. സുഭീമം ഭീകരമായ അത്രയും അങ്ങനെ ഉള്ള കാടാണ്. ഗഹനം ഇരുട്ടാർന്ന ഇടതിങ്ങിയ ദുർഗം, പ്രവേശിക്കാൻ വളരെ ക്ലേശമുള്ളതായ വ്യാളസിംഹനിഷേവിതം മാംസഭക്ഷികളായ മൃഗങ്ങളും സിംഹങ്ങളും നിറഞ്ഞ ആ കാടിനെ വ്യതിയാതവ് കടന്നു. നമുക്ക് ഈ രാമായണത്തിൻ്റെ വർണ്ണന ശ്രദ്ധിച്ചാൽ മിക്കവാറും എല്ലാ കാട്ടിലും സിംഹങ്ങൾ പറയുന്നുണ്ട്. എല്ലാ കാടുകളുടെ വർണ്ണനയിലും സിംഹങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മിക്ക കാടുകളിലും സിംഹം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം പൊതുവേ ഇല്ല. ഇപ്പം സ്വാഭാവികമായിട്ട് സിംഹം വസിക്കുന്നത് ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ, ഗീർ വനത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവിടുന്ന് കൊണ്ടുപോയിട്ടതാണ്. ഇപ്പോഴുണ്ട്, ഇപ്പോൾ ഉത്തരഭാരതത്തിലൊക്കെ ഉണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. പക്ഷേ നമ്മൾ അറിവിൽപ്പെട്ടിടത്തുള്ള എല്ലാ കാട്ടിലും ഇപ്പോൾ സിംഹം ഇല്ല.
അക്കാലത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. തതഃ പരം ജനസ്ഥാനാത് ത്രികോശം ഗമ്യ രാഘവൗ ക്രൗഞ്ചാരണ്യം വിവിശതുഃ ഗഹനം തൗ മഹോജസൗ. തൗ മഹോജസൗ, ആ വലിയ ബലവാന്മാരായ രണ്ടുപേരും, രാമനും ലക്ഷ്മണനും, തതഃ അനന്തരം, ഈ ജനസ്ഥാനത്തിൽ നിന്ന് 3 കോശം ദൂരെ എത്തി. 3 കോശം എന്ന് പറഞ്ഞാൽ ത്രികോശം, ഒരു 2 നാഴിക കൂട്ടാം ഒരു കോശത്തിന്. 6 നാഴിക ഏകദേശം പറയാം. പണ്ടത്തെയൊക്കെ കണക്ക് അങ്ങനെയൊക്കെയാണ് പറയുക. അതായത് വിജന സ്ഥലത്ത് അതിശക്തിശാലിയായൊരു കാള മുക്ര ഇട്ടാൽ എത്ര ദൂരം കേൾക്കുമോ അതാണ്. അതൊരു 2 നാഴിക ദൂരം കേൾക്കും അതിൻ്റെ ശബ്ദം. അങ്ങനെയൊക്കെയാണ് പണ്ട് കണക്ക് പറയുക. ഇത് അപ്പോൾ എന്തായാലും നമുക്ക് അത്രയും പറഞ്ഞ ത്രികോശം ദൂരത്തെത്തി. ഗഹനമായ ക്രൗഞ്ചം എന്ന് പേരുള്ള കാട്ടിലെത്തിച്ചേർന്നു. ഇപ്പോൾ പഞ്ചവടിയിൽ നിന്ന് ഇത്രയും ദൂരം പോയി ക്രൗഞ്ചം എന്നുള്ള കാട്ടിൽ എത്തിച്ചേർന്നു. എങ്ങനെയുള്ളതാണ്? നാനാമേഘഘനപ്രഖ്യം പ്രഹൃഷ്ടമിവ സർവതഃ നാനാപക്ഷിഗണൈർജുഷ്ടം നാനാവ്യാളമൃഗൈർയുധം ദിദൃക്ഷമാണൗ വൈദേഹിം തദ്വനം തൗ വിചിക്യതുഃ തത്ര തത്രാവതിഷ്ഠന്തൗ സീതാഹരണകർഷിതൗ. തൗ തൗ അവർ രണ്ടുപേരും നാനാമേഘഘനപ്രഖ്യം സർവതഃ പ്രഹൃഷ്ടം നാനാപക്ഷിഗണൈഹി ജുഷ്ടം. ആ കാടിൻ്റെ വിശേഷണമാണ് നാനാപക്ഷിഗണൈഹി ജുഷ്ടം. അനേക വർഗങ്ങളിൽപ്പെട്ട പക്ഷികളാൽ സേവിക്കപ്പെടുന്നതും കട്ടിയുള്ള കരിമേഘങ്ങൾ നിറഞ്ഞ പോലുള്ളതും. എന്നുവെച്ചാൽ എന്താ അർത്ഥം? അത്രയും ഇരുട്ടുള്ളതുമായ പ്രഹൃഷ്ടം. പ്രഹൃഷ്ടം രോമാഞ്ചമുണ്ടാക്കുന്ന, രോമാഞ്ചം തണുപ്പ് ആവാം, ഞെട്ടുമ്പോഴും രോമാഞ്ചം ഉണ്ടാവും. ഞെട്ടുമ്പോൾ രോമാഞ്ചമാണ്. അപ്പം മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന തരം കാഴ്ചകളോട് കൂടിയ അതാവാം. അതെ, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ. ഈ തണുപ്പ് കൊണ്ടാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ, വിരോധമില്ല. നാനാവ്യാളമൃഗൈഹി യുധം. വളരെയധികം ഈ വ്യാളമൃഗങ്ങൾ, ഈ ഭക്ഷിക്കുന്ന മാംസഭക്ഷികളായ മൃഗങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ ഭയപ്പെടുത്തുന്ന തന്നെയാവും. ഭയപ്പെട്ടിട്ടാണ് രോമാഞ്ചം ഉണ്ടാവുക. അങ്ങനെയുള്ള ആ വനത്തെ സീതാഹരണകർഷിതവും, സീത ഹരിക്കപ്പെട്ടതിനാൽ ക്ഷീണിതരായ അവർ രണ്ടുപേരും അവതിഷ്ഠന്തൗ ദിദൃക്ഷമാണൗ വിചിക്യതു. പലയിടങ്ങളിൽ പോയി നിന്ന് ചുറ്റുപാട് മുഴുവൻ സീതയെ നോക്കി. പല സ്ഥലത്ത് പോയി നിന്ന് ചുറ്റുപാട് മുഴുവൻ സീതയെ നോക്കി അന്വേഷിച്ചു. എന്നിട്ടോ തതഃ പൂർവേണ തൗ ഗത്വാ ത്രികോശം ഭ്രാതരൗ തദാ ക്രൗഞ്ചാരണ്യമതിക്രമ്യ മതംഗാശ്രമമന്തരേ ദൃഷ്ട്വാ തു തദ്വനം ഘോരം ബഹുഭീം അമൃഗദ്വിജം നാനാസത്വസമാകീർണം സർവം ഗഹനപാദപം ദദൃശാതേ തു തൗ തത്ര ദരീം ദശരഥാത്മജൗ പാതാളസമഗംഭീരാം തമസാ നിത്യസംവൃതാം. തൗ ഭ്രാതരൗ, ആ 2 സഹോദരന്മാർ ക്രൗഞ്ചാരണ്യം അതിക്രമ്യ, ക്രൗഞ്ചം എന്നുള്ള ആ കാടിനെയും അതിക്രമിച്ചു. അതിനെയും കടന്ന്
പൂർവേണ ത്രിക്രോശം ഗത്വ, കിഴക്ക് ഭാഗത്ത് കൂടെ 3 കോശം നടന്നു. അപ്പോൾ വീണ്ടും 6 നാഴിക കിഴക്കൻ ദിക്കിലേക്ക് പോയി. മതങ്കാശ്രമം ഗത്വ, മതങ്കാശ്രമത്തിലെത്തി. അന്തരേ, രണ്ടിൻ്റെയും നടുക്ക്, അതായത് മതങ്കാശ്രമത്തിനും ക്രൗഞ്ചാരണ്യത്തിനും ഇടയ്ക്ക്. ബഹുഭീം അമൃഗദ്വിജം, നാനാസത്വസമാകീർണം. ഘോരമായ അനേക ജന്തുക്കൾ നിറഞ്ഞ, ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞ, ഗഹനപാദപം, തിങ്ങി വൃക്ഷങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഇരുട്ട് വ്യാപിച്ചതായ തദ്വനം തഥാ ദൃഷ്ടുവ, ആ കാടിനെ കണ്ടിട്ട് ദശരഥാത്മജൗ തൗ, ദശരഥപുത്രന്മാരായ അവർ 2 പേരും പാതാളസമഗംഭീരം, പാതാളത്തിന് തുല്യമായ തമസാ നിത്യസംവൃത ദരീം, എപ്പോഴും ഇരുട്ടുള്ള ഒരു ഗുഹയെ ദദൃശാതേ കണ്ടു. 2 പേരും കണ്ടു ഒരു ഗുഹ, എപ്പോഴും ഇരുട്ടായ ഗുഹ, ദരീ ഗുഹയെ കണ്ടു. വലിയ ഗുഹ, എപ്പോഴും ഇരുട്ടാണ്, അങ്ങനെയുള്ള ഗുഹ കണ്ടു. ആ സാധ്യതൗ നരവ്യാഘ്രൗ ദര്യാസ്തസ്യാവിദൂരതഃ ദദൃശാതേ മഹാരൂപാം രാക്ഷസീം വികൃതേക്ഷണാം. നരവ്യാഘ്രൗ തൗ, മനുഷ്യപ്പുലികളായ അവർ 2 പേരും, മനുഷ്യക്കടുവകളായ ആ 2 പേരും, തസ്യാഹ ദര്യാഹ അവിദൂരതഃ, ആ ഗുഹയുടെ അധികം ദൂരെയല്ലാതെ മഹാരൂപം, വലിയ രൂപത്തോടു കൂടിയവളും, വികൃതേക്ഷണം, ഒന്നുകിൽ കാണുമ്പോൾ ഭയപ്പെടുത്തുന്നവൾ, അല്ലെങ്കിൽ വികൃതമായ കണ്ണുകളോട് കൂടിയവൾ, അങ്ങനെയുള്ള രാക്ഷസീം, ഒരു രാക്ഷസിയെ ദദൃശാതേ കണ്ടു. 2 പേരും കണ്ടു. ഒരു ഉഗ്ര രാക്ഷസിയെ 2 പേരും കണ്ടു. ഭയതാം അല്പസത്വാനാം ബീഭത്സാം രൗദ്രദർശനാം ലംബോദരീം തീക്ഷ്ണദംഷ്ട്രാം കരാളാം പരുഷത്വചം ഭക്ഷയന്തി മൃഗാൻ ഭീമാൻ വികടാം മുക്തമൂർധജാം പ്രൈക്ഷേതാം തൗ തദാ തത്ര ഭ്രാതരൗ രാമലക്ഷ്മണൗ. സഹോദരന്മാരായ രാമലക്ഷ്മണന്മാർ 2 പേരും അല്പസത്വാനാം ഭയതാം, അല്പസത്വന്മാർക്ക് ഭയത്തെ കൊടുക്കുന്നവൾ, അവർക്ക് ഭയമൊന്നുമില്ല, അതാണ് അല്പസത്വന്മാർക്ക് ഭയത്തെ കൊടുക്കുന്നവൾ. മനക്കരുത്തില്ലാത്തവർക്ക് ഭയത്തെ കൊടുക്കുന്നവളും, രൗദ്രദർശനത്തോടു കൂടിയവളും, ബീഭത്സാം, ബീഭത്സാം എന്ന് പറഞ്ഞാൽ എന്താ? അറപ്പ് തോന്നിപ്പിക്കുന്നവൾ. ആരെ കാണുമ്പോൾ അറപ്പ് തോന്നുമോ അങ്ങനെയുള്ളവളും, ലംബോദരിയും, നീണ്ട വയറോട് കൂടിയവൾ, ലംബമായ വലിയ നീണ്ട വയറോട് കൂടിയവളും, തീക്ഷ്ണദംഷ്ട്രാം, തീക്ഷ്ണങ്ങളായ ദംഷ്ട്രങ്ങളോട് കൂടിയവളും, കരാളാം, കരാളയ്ക്ക് എന്താ അർത്ഥം പറയാ? കരാള തന്നെ ലക്ഷണം കെട്ട എന്നൊക്കെ പറയാം അല്ലേ? മീനോ? കരാളോ? കരാളത്തെ ലക്ഷണം കെട്ടാന്നല്ലേ, അങ്ങനെയല്ലേ പറയുക? അതെ, അങ്ങനെയുള്ള കരാളാം. പരുഷത്വജം, വളരെ കട്ടികൂടിയ തോലുകളോടുകൂടിയ, തൊലി വളരെ തൊലിയുറപ്പ്, നല്ല തൊലിക്കട്ടിയുള്ള, ഭീമന്മാരായ മൃഗങ്ങളെ പിടിച്ച് ഭക്ഷിക്കുന്ന, വളരെ ജന്തുക്കളെ ഒന്നായിട്ട് പിടിച്ച് തിന്നുന്നവളും, മുക്തമൂർധജാം, തലമുടി അഴിച്ചിട്ടിട്ടുള്ളവളും, കെട്ടിയിട്ടില്ല,
ഇന്നിപ്പോൾ അധികം ആൾക്കാരും ഇപ്പം അങ്ങനെയാണ്. അങ്ങനെയല്ല, പൊതുവെ തലമുടി കെട്ടുന്ന സ്വഭാവം ഇപ്പോൾ കുറവാണ്. മുക്തമൂർധജ, തലമുടി അഴിച്ചിട്ടവളും വികടാം, വികടയും. വികടയ്ക്ക് ഇപ്പം എന്താ അർത്ഥം പറയുക? വികട വികട തന്നെ. തല തിരിഞ്ഞ ആയിക്കോട്ടെ. ഇവിടെ ഈ ആചാര്യം പറഞ്ഞത് തന്നെപ്പോൾ സുന്ദരി ആരുമില്ലെന്ന് ഗർവം പൂണ്ടവൾ എന്നാണ് അർത്ഥം കൊടുത്ത്. തന്നെപ്പോലെ ഒരു സുന്ദരി ലോകത്തില്ലാന്ന് വിചാരിക്കുന്നവൾ നമ്മുടെ അർത്ഥം കൊടുത്ത്. അതിപ്പോൾ എങ്ങനെയാണ് അങ്ങനെ അർത്ഥം കൊടുത്തതെന്ന് അറിയില്ല. അത് അങ്ങനെ അർത്ഥം വരുന്നില്ല വികടയ്ക്ക്. വികടയുമായ അവളെ കണ്ടു, രണ്ടുപേരും കണ്ടു. സ സമാസാദ്യതൗ വീരൗ വ്രജന്തം ഭ്രാതുരഗ്രതഃ ഏഹിരംസ്യാവഹേത്യുക്ത്വാ സമാലംബത ലക്ഷ്മണം. സ തൗ വീരൗ സമാസാദ്യ, ആ രണ്ട് വീരന്മാരുടെ അടുത്തേക്ക് അവൾ വന്നു. വന്നിട്ട് ഭ്രാതുഹു അഗ്രതഃ വ്രജന്തം ലക്ഷ്മണം, രാമൻ്റെ മുമ്പിൽ, ഏട്ടൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്നവനായവനെ, ഏട്ടൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്നവനായവനെ, ലക്ഷ്മണനെ, ഏഹി വരൂ, രംസ്യാമഹേ നമുക്ക് രണ്ടു പേർക്കും കൂടി രമിക്കാം എന്ന് പറഞ്ഞ് സമാലംബത, ലക്ഷ്മണനെ കയറി പിടിച്ചു. പാവല്ലേ. ഉവാച ചൈനം വചനം സൗമിത്രിമുപഗുഹ്യ സാ, എന്നിട്ട് ലക്ഷ്മണനോട് ഉപഗുഹ്യ ചേർത്ത് പിടിച്ചു, ലക്ഷ്മണനെ കൊണ്ട് കെട്ടിപ്പിടിച്ചു. ഉപഗുഹ്യ കെട്ടിപ്പിടിച്ചിട്ട് ലക്ഷ്മണനോട് ഈ വാക്കുകളെ പറഞ്ഞു. അഹം ത്വയോ മുഖീ നാമ ലാഭസ്തേ ത്വമസി പ്രിയഃ നാഥ പർവതകൂടേഷു നദീനാം പുളിനേഷു ച ആയുശേഷമിമം വീര ത്വം മയാ സഹ രംസ്യസേ. ഹേ നാഥ. അപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ, അപ്പം തന്നെ പ്രേമം മൂത്തുപോയി. അതാണ്, എൻ്റെ പേര് അയോമുഖി എന്നാണ്. എൻ്റെ പേര് അയോമുഖി, നീ എൻ്റെ പ്രിയപ്പെട്ട ആളാണ്. ഹേ നാഥ, ലാഭത്തെ, നിനക്ക് വലിയ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. എന്ത്? എന്നെപ്പോലൊരു സുന്ദരിയെ കിട്ടിയതിൽ നിനക്ക് വലിയ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. ഹേ നാഥ. വീര, ഹേ വീര, പർവ്വതകൂടങ്ങളിലും നദീപുളിനങ്ങളിലും എന്നോടുകൂടെ ഇനി ശേഷിക്കുന്ന ആയുഷ്കാലം നിനക്ക് രമിച്ചു കഴിയാം. നമുക്ക് രണ്ടാക്കും ഈ കാട്ടിൽ സന്തോഷമായി രമിച്ചു കഴിയാം. ഏവമുക്തസ്തു കുപിതഃ ഖഡ്ഗമുദ്ധൃത്യ ലക്ഷ്മണഃ കർണനാസൗ സ്തനൗ ചാസ്യ വിചകർത്താരി സൂദനഃ. കുറച്ച് കടന്ന കൈയായി. ഏവമുക്തസ്തു കുപിതഃ, ഇപ്രകാരം പറയപ്പെട്ട ലക്ഷ്മണൻ കുപിതനായി ഖഡ്ഗമുദ്ധൃത്യ, വാളെടുത്ത്, അസ്യാഹ അവളുടെ, കർണനാസൗ ചെവിയും മൂക്കും, സ്തനൗ രണ്ട് മുലകളും, വിചകർത്ത മുറിച്ച് കളഞ്ഞു. അരിസൂദന, കുറച്ച് കടന്ന കൈയായിപ്പോയി അല്ലേ. എന്നാലും പെട്ടെന്ന് ദേഷ്യം പിടിച്ചിട്ട് അതാണ് ചെയ്തത് ലക്ഷ്മണൻ. കർണനാസേ നികൃത്തേതോ വിസ്വരം സാ വിനദ്യ ച യഥാഗതം പ്രദുദ്രാവ രാക്ഷസി ഭീമദർശന. ഭീമദർശനയായ രാക്ഷസി ചെവിയും മൂക്കും നഷ്ടപ്പെട്ടപ്പോൾ ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് വന്ന പോലെ തിരിച്ചോടി. തസ്യാം ഗതായാം ഗഹനം
വ്രജന്തൗ വനമോജസാ ആസേതദുരമിത്രഘ്നൗ ഭ്രാതരൗ രാമലക്ഷ്മണൗ. തസ്യാം ഗതായാം, അവൾ പോയ ശേഷം, ഓജസാ വ്രജന്തൗ, വളരെ വീര്യത്തോടു കൂടി സഞ്ചരിക്കുന്നവരായ അവർ രണ്ടുപേരും, അമിത്രഘ്നൗ, ശത്രുക്കളെ കൊല്ലുന്നവരായ അവർ രണ്ടുപേരും, ഭ്രാതരൗ, സഹോദരങ്ങൾ, ആര്? രാമലക്ഷ്മണൗ, രാമനും ലക്ഷ്മണനും, ഗഹനം വനം ആസേതതുഹു, ഗഹനമായ കാട്ടിലേക്ക് വീണ്ടും എത്തിച്ചേർന്നു. ലക്ഷ്മണസ്തു മഹാതേജാഃ സത്വവാൻ ശീലവാൻ ശുചിഃ അബ്രവീത് പ്രാഞ്ജലിർവാക്യം ഭ്രാതരം ദീപ്തതേജസം. മഹാതേജസ്വിയും ധൈര്യശാലിയും ബുദ്ധിശാലിയും ശീലവാനും ശുചിയും, ശുചി ശുദ്ധി പാലിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞത് ചെയ്യുന്നവൻ ആയ ലക്ഷ്മണൻ. ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്മണൻ, ഇതൊക്കെ ലക്ഷ്മണൻ്റെ വിശേഷത. ഇങ്ങനെയെല്ലാമുള്ള ലക്ഷ്മണൻ ദീപ്ത തേജസ്സോടുകൂടിയ, ജ്വലിക്കുന്ന തേജസ്സോടുകൂടിയ സഹോദരനോട് തൊഴുകൈകളോടുകൂടി ഇപ്രകാരം പറഞ്ഞു. സ്പന്ദതേ മേ ദൃഢം ബാഹു ഉദ്വിഗ്നമിവ മേ മനഃ പ്രായശ്ചാപ്യനിഷ്ടാനി നിമിത്താന്യുപലക്ഷയേ. മേ ബാഹു ദൃഢം സ്പന്ദതേ, എൻ്റെ കൈ വിറയ്ക്കുന്നു. മേ മനഃ ഉദ്വിഗ്നമിവ, എൻ്റെ മനസ്സ് തുളയ്ക്കപ്പെട്ടതുപോലെയായിരിക്കുന്നു. പ്രായശഃ അനിഷ്ടാനി നിമിത്താനി ഉപലക്ഷയെ, ചുറ്റുപാടും അനിഷ്ടങ്ങളായ ലക്ഷണങ്ങളാണ് ഞാൻ കാണുന്നത്. നിമിത്തങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് കാണുന്നത് എന്ന് ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു. തസ്മാ സജ്ജീഭവാര്യ ത്വം കുരുഷ്വ വചനം ഹിതം മമൈവ ഹി നിമിത്താനി സദ്യ ശംസന്തി സംഭ്രമം. അതുകൊണ്ട് സദ്യ നിമിത്താനി സംഭ്രമം ശംസന്തി, ഞാൻ കാണുന്ന നിമിത്തങ്ങൾ സംഭ്രമത്തെ ഉണ്ടാക്കുന്നു. വല്ലാത്തൊരു ഭയപ്പാടല്ല, വല്ലാത്തൊരു ഭ്രമം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ആര്യ, ഏട്ടാ, ജ്യേഷ്ഠ, മമ വചനം ഹിതം കുരുഷ്വ, ഞാൻ പറയുന്ന നല്ലത് അങ്ങ് ചെയ്താലും. സജ്ജീഭവ, സജ്ജനായി തീർന്നാലും. എന്നുവെച്ചാൽ എന്താ അർത്ഥം? ഏത് ആപത്തും നേരിടാൻ അങ്ങ് തയ്യാറായാലും. എന്തോ ഒരു ആപത്ത് നമുക്ക് വരാൻ പോകുന്നുണ്ട്, അത് നേരിടാൻ തയ്യാറായാലും ഏട്ടാ. ഏഷ വഞ്ചുളകോ നാമ പക്ഷീ പരമദാരുണഃ ആവയോർവിജയം യുദ്ധേ ശംസന്നിവ വിനർദതി. പരമദാരുണഃ ഏഷഃ വഞ്ചുളകഃ നാമ പക്ഷി, അതിഭീകരനായ വഞ്ചുളകൻ എന്ന ഈ പക്ഷി. എന്താ വഞ്ചുളകൻ എന്നറിയില്ല. വഞ്ചുളകൻ എന്ന പക്ഷി നമ്മൾ രണ്ടു പേർക്കും യുദ്ധവിജയം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്കൊരു മഹായുദ്ധം ഇപ്പോൾ ചെയ്യേണ്ടതുണ്ട്, അതിൽ നമ്മൾ രണ്ടുപേരും എന്തായാലും ജയിക്കും, എങ്കിലൊരു മഹായുദ്ധം ഇപ്പോൾ ചെയ്യേണ്ടതുണ്ടെന്നാണ് ആ പക്ഷിയുടെ ശബ്ദത്തിൻ്റെ സൂചന. തയോരന്വേഷതോരേവം സർവം തദ്വനമോജസാ സംജജ്ഞേ വിപുലശബ്ദ പ്രഭഞ്ജന്നിവ തദ്വനം. അങ്ങനെ അന്വേഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി, ഓജസ, കരുതലോടുകൂടി, വീര്യത്തോടുകൂടി നടക്കുന്ന അവർ രണ്ടുപേരും ആ കാടിനെ മുഴുവൻ തുളയ്ക്കുന്നത് പോലുള്ള ഭയങ്കരമായ ശബ്ദത്തെ കേട്ടു. സംവേഷ്ടിതമിവാത്യർത്ഥം ഗഗനം മാതരിശ്വന വനസ്യ തസ്യ ശബ്ദോ ഭൂത് ദിവമാപൂരയന്നിവ.
അത്യർത്ഥം ആദരീശ്വന സംവേഷ്ടിതം ഗഗനമിവ. കൊടുങ്കാറ്റ് സമയത്ത് ആകാശം എന്ന പോലെ, കൊടുങ്കാറ്റ് സമയത്ത് ആകാശം എന്ന പോലെ ആ കാട്ടിലുള്ള ശബ്ദം അന്തരീക്ഷത്തിലെങ്ങും മുഴങ്ങി. ഇതൊരു ഭീകര ശബ്ദം, ഭയങ്കരമായ ശബ്ദം. തം ശബ്ദം കാംക്ഷമാണസ്തു രാമ കുക്ഷേ രാമ കക്ഷേ സഹാനുജഃ ദദർശസു മഹാകായം രാക്ഷസം വിപുലോരസം. സഹാനുജഃ രാമ, അനുജനോടുകൂടിയ രാമൻ. തം ശബ്ദം കാംക്ഷമാണഃ, എന്താണ് ആ ശബ്ദം എന്നറിയാൻ ആഗ്രഹിക്കുന്നവനായ രാമൻ. കക്ഷേ, മധ്യത്തിൽ, മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ കാടിൻ്റെ മധ്യത്തിൽ, ആ കാട്ടിൻ്റെ മധ്യത്തിൽ സുമഹാകായം വിപുലോരസം രാക്ഷസം ദദർശ, വലിയ ശരീരത്തോടു കൂടിയ, വലിയ നെഞ്ചോടുകൂടിയ ഒരു രാക്ഷസനെ കണ്ടു. അവൻ്റെതാണ് ശബ്ദം. ആസേദതുർതതസ്തത്ര താവുഭൗ പ്രമുഖേ സ്ഥിതം വിവൃദ്ധം അശിരോഗ്രീവം കബന്ധമുദരേ മുഖം രോമഭിർനിശിതൈതീക്ഷ്ണൈഃ മഹാഗിരിമിവോച്ഛ്രിതം നീലമേഘനിഭം രൗദ്രം മേഘസ്തനിതനിസ്ത്വനം അഗ്നിജ്വാലാനികാശേന ലലാടസ്ഥേന ദീപ്യതാ മഹാപക്ഷ്മേന പിംഗേന വിപുലേനായതേന ച ഏകേനോരസിഘോരേണ നയനേനാശുദർശിന മഹാദംഷ്ട്രോപപന്നം തം ലേലിഹാനം മഹാമുഖം ഭക്ഷയന്തം മഹാഘോരാൻ ഋക്ഷസിംഹമൃഗദ്വിപാൻ ഘോരൗ ഭുജൗ വികുർവാണൗ ഉഭൗ യോജനമായതൗ കരാഭ്യാം വിവിധാൻ ഗൃഹ്യ ഋക്ഷാൻ പക്ഷിഗണാൻ മൃഗാൻ ആകർഷന്തം വികർഷന്തം അനേകാൻ മൃഗയൂഥപാൻ സ്ഥിതമാവൃത്യ പന്ഥാനം തയോർഭ്രാത്രോ പ്രപന്നയോഃ. അനന്തരം അവിടെ അവർ രണ്ടുപേരും തങ്ങളുടെ തൊട്ട് മുമ്പിലായി നിലകൊള്ളുന്നവനെ കണ്ടു. എങ്ങനെയാ തൊട്ട് മുമ്പിലായി നിലകൊള്ളുന്നവൻ? വിവൃദ്ധം, വളരെ വലിയ ശരീരത്തോടു കൂടിയ, എന്നാൽ അശിരോഗ്രീവം, കഴുത്തും തലയില്ല. കഴുത്തും തലയും ഇല്ലാത്തവനാണ്. കബന്ധം, തലയില്ലാത്തവനാണ്. ഉദരേ മുഖം, വയറിലാണ്, വയറിൻ്റെ നടുക്കാണ് വായ. രോമഭിർ നിചിതൈഹി തീക്ഷ്ണൈഹി, തീക്ഷ്ണങ്ങളായ തിങ്ങി നിറഞ്ഞ രോമങ്ങളോടുകൂടിയ മഹാഗിരിമിവോച്ഛ്രിതം, വലിയ പർവ്വതം പോലെ ഉയർന്ന ദേഹത്തോടു കൂടിയ നീലമേഘനിഭം, നല്ല കരിമേഘം പോലുള്ള രൗദ്രം, രൗദ്രഭാവത്തോടു കൂടിയ മേഘസ്തനിത നിസ്വനം, ഇടിമിന്നൽ പോലെ വെടിവെട്ടുന്ന ശബ്ദത്തോട് കൂടിയ അഗ്നിജ്വാലാനികാശേന ലലാടസ്ഥേന ദീപ്യത മഹാപക്ഷ്മേന. അതൊരു കണ്ണിൻ്റെ വർണ്ണനയാട്ടോ. ഒരു കണ്ണുണ്ട് മൂപ്പർക്ക്, ഒറ്റ കണ്ണേ ഉള്ളൂ, രണ്ട് കണ്ണില്ല, ഒരു കണ്ണ്. ആ കണ്ണ് എവിടെയാണ്? അഗ്നിജ്വാലയ്ക്ക് തുല്യമുള്ള, അങ്ങേയറ്റം ജ്വലിക്കുന്ന, ഘോരമായ, ആശുദർശി, പെട്ടെന്ന് കാണാൻ കഴിവുള്ള, ഒറ്റ കണ്ണോടുകൂടിയ,
ആ കണ്ണ് എവിടെയാണ്? ഉരസി, നെഞ്ചിലാണ്. നെഞ്ചിലാണ് കണ്ണുള്ളത്. എങ്ങനെ ഉണ്ടാവും രൂപം? വയറിലാണ് വായ, നെഞ്ചിൽ കണ്ണ്. അത് ഒറ്റ കണ്ണേ ഉള്ളൂ. അത് അഗ്നി പോലെ ജ്വലിക്കുന്നുണ്ട്. വർണ്ണന കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. അപ്പം നേരിട്ട് കണ്ടാലുള്ള സ്ഥിതി എന്താ? മഹാദംഷ്ട്രോപന്നം. ഈ വയറിലുള്ള വായയിൽ വലിയൊരു ദംഷ്ട്രമുണ്ട്. ലേലിഹാനം മഹാമുഖം. അത് നാവ് കൊണ്ടിങ്ങനെ ലേലിഹാനം. രണ്ട് യോജന നീളമുള്ള 2 കൈകളുണ്ട്. അത് കുറച്ച് കടന്നൊക്കെ പ്രയോഗം, അതിശയോക്തിയാണ്. 16 കിലോമീറ്റർ നീളമൊക്കെ കൈക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ്. എന്തായാലും ദീർഘമായ കൈകൾ, 16 കിലോമീറ്റർ ഒന്നും പറയണ്ട. ആ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? കരടികൾ, സിംഹങ്ങൾ, മാനുകൾ, ആനകൾ, ഇതിനൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ കയ്യിൽ. അങ്ങനെയുള്ള ഘോരങ്ങളായ 2 കൈകളെ വിടർത്തി വെച്ചിട്ടുണ്ട്. വീണ്ടും പറയാണ്, വൃക്ഷങ്ങളെയും കരടികളെയും പക്ഷിഗണാൻ മൃഗാൻ, പക്ഷിഗണങ്ങളെയും മൃഗങ്ങളെയൊക്കെ പുതിയതിനെ പിടിക്കുന്നുണ്ട്. ആകർഷന്തം. കയ്യിലുള്ളത് കൂടാണ്ട് ഈ ആനകളൊന്നും കൂടാതെ പുതിയതിനെ പിടിക്കുന്നുമുണ്ട്. അങ്ങനെ വികർഷന്തം, ചിലതിനൊക്കെ വിടുന്നുമുണ്ട്. ഇപ്പോൾ വലുതിനെ കിട്ടുമ്പം ചെറുതിനെ വിടുകയാവും. അങ്ങനെ വിടുകയും ചെയ്തും കൊണ്ട് തങ്ങളുടെ വഴി തടഞ്ഞുകൊണ്ട് അവൻ നിൽക്കുന്നവനെ കണ്ടു, കബന്ധനെ കണ്ടു. അധതൗ സമഭിക്രമ്യ ക്രോശമാത്രേത ദർശതുഹു മഹാന്തം ദാരുണം ഭീമം കബന്ധം ഭുജസംവൃതം കബന്ധമിവ സംസ്ഥാനാത് അതിഘോര പ്രദർശനം. അല്പദൂരെ നിന്ന്, ക്രോശമാത്രേ, ഒരു ക്രോശം ദൂരെ നിന്ന് തന്നെ ഇവനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വലിയ മലയുടെ അത്ര ഉണ്ടല്ലോ. അവൻ്റെ നിൽപ്പ് കൊണ്ട് കബന്ധം പോലെയാണ്, തലയില്ലാത്ത ഉടൽ പോലെയാണ് ദൂരെ നിന്ന് തോന്നിയത്. അതിഘോരമായ രൂപമാണ്, ദാരുണമാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ. ഭുജസംവൃതം, വിടർത്തിയ കൈകളോട് കൂടിയവനാണ്. അങ്ങനെയുള്ള കബന്ധനെ അവർ 2 പേരും കണ്ടു. സ മഹാബാഹുരത്യർത്ഥം പ്രസാര്യ വിപുലൗ ഭുജൗ ജഗ്രാഹസഹിതാവേവ രാഘവൗ പീഡയൻ ബലാത്. ആ മഹാബാഹു തൻ്റെ 2 കൈകളെയും വിടർത്തി രാമനെയും ലക്ഷ്മണനെയും ഒന്നിച്ചു പിടിച്ചു. ബലാദ് പീഡയൻ, പിടിച്ച് ഞെക്കാൻ തുടങ്ങി 2 പേരെയും. ഖഡ്ഗിനൗ ദൃഢധന്വാനൗ തിക്മതേജോ വപുർധരൗ ഭ്രാതരൗ വിവശം പ്രാപ്തൗ കൃഷ്യമാണൗ മഹാബലൗ. മഹാബലശാലികളാണ് രാമനും ലക്ഷ്മണനും എന്ന് മാത്രമല്ല, വാള് പിടിച്ചവരാണ്. ദൃഢധന്വാനവും, ഉറപ്പുള്ള വില്ലുള്ളവരാണ്. തിക്മതേജസോർ വപുർധരവും, ശത്രുക്കളെ നശിപ്പിക്കാൻ അങ്ങേയറ്റം വീര്യമുള്ളവരാണ്. അവർ ഭ്രാതരൗ വിവശം പ്രാപ്തവും, വിവശതയെ പ്രാപിച്ചു. ഇയാൾ പിടിച്ച് ഞെക്കിയപ്പോൾ വിവശതയെ പ്രാപിച്ചു. ഇത്രക്കൊക്കെ പ്രഗത്ഭന്മാരാണ് അവർ എങ്കിൽ പോലും അവർ പോലും വിവശന്മാരായി. തത്ര ധൈര്യേണ ശൂരസ്തു രാഘവോ നൈവ വിവ്യഥേ ബാല്യാത് അനാശ്രയത്വാച്ച ലക്ഷ്മണസ്തു അഭിവിവ്യഥേ.
അവിടെ ശൂരഹ രാഘവ, ശൂരനായ രാമൻ ധൈര്യേണയേവ, ധൈര്യം കൊണ്ട്, സംഗതി വിവശനായെങ്കിലും ന വിവ്യതേ, ഭയപ്പെട്ടില്ല. ലക്ഷ്മണ തു, ലക്ഷ്മണനാകട്ടെ ബാല്യാത്, അനുജനാണെന്നതുകൊണ്ടും അനാശ്രയത്വാത്, ഇപ്പോൾ രാമൻ്റെ ആശ്രയമില്ലാത്തത് കൊണ്ടും അഭിവിവ്യതേ, ഭയപ്പെട്ടു. അപ്പോൾ ബാല്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രാമൻ്റെ ആജ്ഞ ഇല്ലാണ്ടൊന്നും ചെയ്യാൻ വയ്യ എന്നൊരു സൂചന അവിടെ ഉണ്ട്. പക്ഷെ അപ്പം അത് നേരത്തെ അയോമുഖീന ഒക്കെ ചെയ്തത് രാമൻ പറഞ്ഞിട്ടാ അല്ല. അപ്പം പിന്നെ ബാല്യാത് എന്നുള്ളതിന് ഇളമ കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഉവാച ച വിഷണ്ണസൻ രാഘവം രാഘവാനുജ, രാഘവാനുജനായ ലക്ഷ്മണൻ വിഷണ്ണനായി രാമനോട് ഇങ്ങനെ പറഞ്ഞു. പശ്യമാം വീരവിവശം രാക്ഷസസ്യ വശം ഗതം മയൈകേന വിനിർയുക്തഃ പരിമുഞ്ചസ്വ രാഘവ. ഹേ വീര, രാക്ഷസൻ്റെ കയ്യിലകപ്പെട്ട എന്നെ വിവശനാണെന്ന് മനസ്സിലാക്കിയാലും, ഞാൻ വിവശനാണ്. ഹേ രാഘവ, മയാ ഏകേന വിനിർയുക്തഃ പരിമുഞ്ചസ്വ, ഒന്ന് നീ രക്ഷപ്പെട്ടോളൂ, എങ്ങനെയെങ്കിലും രാമൻ രക്ഷപ്പെട്ടോളൂ, എന്നെ ഒഴിവാക്കിയിട്ട് രക്ഷപ്പെട്ടോളൂ. എന്നെ രക്ഷിക്കാൻ നോക്കിയാൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങും. അതുകൊണ്ട് എന്നെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും സ്വയം രക്ഷപ്പെടാൻ നോക്കിക്കോളൂ. മാം ഹി ഭൂതബലിം ദത്വ പലായസ്വ യഥാസുഖം, എന്നെ ഈ ഭൂതബലി ആയിട്ട് നൽകിയിട്ട്, ഈ ഭൂതത്തിന് എന്നെ ബലിയായി നൽകിയിട്ട് വേഗം സുഖമായിട്ട് ഓടിക്കോളൂ, ഓടി രക്ഷപ്പെട്ടോളൂ. അധിഗന്ധാസി വൈദേഹിം അചിരേണേതി മേ മതിഹി, ഒട്ടും താമസിയാതെ സീതയെ കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കണത്. പ്രതിലഭ്യ ച കാകുസ്ഥ പിതൃപൈതാമഹീം തത്ര മാം രാമരാജ്യസ്ഥ സ്മർത്തുമർഹസി സർവദാ, എന്ന് മാത്രമല്ല പിതൃപൈതാമഹമായ രാജ്യത്തെയും അങ്ങ് നേടും. അവിടെ രാജ്യസ്ഥനായി ഇരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. അവിടെ രാജാവായിട്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിച്ചാൽ മതി, വേറൊന്നും വേണ്ട. മരിക്കുന്നുള്ളത് ഉറപ്പായി. അങ്ങനത്തെ പിടിയായിരിക്കേ. ലക്ഷ്മണേന ഇവ മുക്തസ്തു രാമസൗമിത്രിമബ്രവീത് മാസ്മത്രാസം കൃധാ വീര നഹി ത്വാദൃക് വിഷീദതി. ലക്ഷ്മണനാൽ ഇപ്രകാരം പറയപ്പെട്ട രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഹേ വീര, നീ ഭയപ്പെടരുത്. നിന്നെപ്പോലുള്ളവർ ഇങ്ങനെ വിഷാദിക്കാൻ പാടുണ്ടോ? നിന്നെപ്പോലുള്ളവർ ഇങ്ങനെ വിഷാദിക്കാൻ പാടുണ്ടോ? ഏതസ്മിൻ അന്തരേ ക്രൂരോ ഭ്രാതരൗ രാമലക്ഷ്മണൗ പപ്രച്ഛ ഘനനിർഘോഷ കബന്ധോ ദാനവോത്തമഃ. ഈ സമയത്ത് ക്രൂരനായ ആ ദാനവോത്തമൻ, രാക്ഷസശ്രേഷ്ഠൻ, മേഘ ശബ്ദത്തിൽ, അതായത് ഇടിയുടെ ശബ്ദത്തിൽ ആ സഹോദരന്മാരോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കൗ യുവാം വൃഷഭസ്കന്ധൗ മഹാഖഡ്ഗധനുർധരൗ ഘോരം ദേശമിമം പ്രാപ്തൗ മമ ഭക്ഷൗ ഉപസ്ഥിതൗ. നിങ്ങൾ രണ്ടുപേർ ആരാണ്? കാളയെപ്പോലെ ചുമലോട് കൂടിയവരാണല്ലോ നിങ്ങൾ. വലിയ വാളും വില്ലുമുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. എൻ്റെ ഭക്ഷണമായി നിങ്ങൾ എങ്ങനെയാണ് ഈ നാട്ടിൽ വന്നത്? ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭക്ഷണമാണ്, അത് ഉറപ്പാണ്. എങ്ങനെ എത്തി നിങ്ങളിവിടെ? വദതം കാര്യമിഹ
വാം കിമർത്ഥം ചാഗതൗ യുവാം ഇമം ദേശമനുപ്രാപ്തൗ ക്ഷുധാർത്തസ്യേഹ തിഷ്ഠതഃ. ആ കാര്യം പറ. തം കാര്യം വദ. ആ കാര്യം പറയൂ. എന്തിനാണ് നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്? ഇങ്ങനെ വിശന്ന് കഷ്ടപ്പെട്ട് നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വന്നുവല്ലോ രണ്ടുപേരും. സ ബാണചാപ ഖഡ്ഗൗ ച തീക്ഷ്ണശൃംഗൗ ഇവർഷഭൗ മമാസ്യമനുസംപ്രാപ്തൗ ദുർലഭം ജീവിതം പുനഃ. വില്ലും അമ്പും വാളുമൊക്കെ ഉണ്ടെങ്കിലും തീക്ഷ്ണ ശൃംഗങ്ങളോടുകൂടിയ രണ്ട് കാളകളെപ്പോലുള്ളവരാണെങ്കിലും, തീക്ഷ്ണമായ കൊമ്പുള്ള രണ്ട് കാളകളെപ്പോലുള്ളവരാണെങ്കിലും മമ ആസ്യം അനുസംപ്രാപ്തു, എൻ്റെ വായിൽ നിങ്ങൾ വന്നു കഴിഞ്ഞു. ഇനി ജീവിതം ദുർലഭം. നിങ്ങൾ ഇനി ജീവിക്കുക ദുർലഭമാണ്. തസ്യ തദ്വചനം ശ്രുത്വാ കബന്ധസ്യ ദുരാത്മനഃ ഉവാച ലക്ഷ്മണം രാമോ മുഖേന പരിശുഷ്യത. അവൻ്റെ ആ വാക്ക് കേട്ട്, ദുരാത്മാവിൻ്റെ വാക്ക് കേട്ട് ഉണങ്ങിയ മുഖത്തോടു കൂടി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. എന്താ ഈ ഉണങ്ങിയ മുഖത്തോടു കൂടി? പരിശുഷ്യത മുഖേന, വറ്റി വരണ്ട മുഖത്തോടു കൂടി. രാമൻ്റെ വായത്തെ ഉമിനീരൊക്കെ പോയി. അങ്ങനെയുള്ള രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, കൃച്ഛ്രാത് കൃച്ഛ്രതരം പ്രാപ്യ ദാരുണം സത്യവിക്രമ വ്യസനം ജീവിതാന്തായ പ്രാപ്തമപ്രാപ്യ താം പ്രിയാം. കാലസ്യ സുമഹദ്വീര്യം സർവഭൂതേഷു ലക്ഷ്മണ ത്വാം ച മാം ച നരവ്യാഘ്ര വ്യസനൈ പശ്യ മോഹിതൗ. ഹേ ലക്ഷ്മണ, സത്യവിക്രമ, സത്യവിക്രമത്തോടു കൂടിയവനെ, നമ്മൾ രണ്ടുപേരും കഷ്ടത്തിൽ നിന്ന് കഷ്ടതയെ പ്രാപിക്കുകയാണ്. ഒരു കഷ്ടത്തിൽ നിന്ന് അതിനേക്കാൾ വലിയ കഷ്ടതയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് ജീവിതാന്തായ പ്രാപ്തം. നമ്മുടെ രണ്ടാളുടെയും ജീവിതാന്തം ആയി കഴിഞ്ഞു. ഓ ലക്ഷ്മണ, സർവഭൂതങ്ങളിലും കാലത്തിൻ്റെ വീര്യം വലുത് തന്നെയാണ്. വേദാന്തല്ലല്ലോ അത്. കാലത്തിൻ്റെ വീര്യം വളരെ വലുത് തന്നെ. കാലസ്യ വീര്യം സുമദേവ, ബാല്യ വീര്യമാണ് കാലത്തിന്. ഹേ നരവ്യാഘ്ര ത്വാം ച മാം ച വ്യസനൈഹി മോഹിതവും. നമ്മൾ രണ്ടുപേരും വ്യസനങ്ങളെ കൊണ്ട് മോഹിതരാണിപ്പോൾ. എന്ത് ചെയ്യും ഹേ ലക്ഷ്മണ? നാതി ഭാരോസ്തി ദൈവസ്യ സർവഭൂതേഷു ലക്ഷ്മണ ശൂരാശ്ച ബലവന്തശ്ച കൃതാസ്ത്രാശ്ച രണാജിരേ കാലാഭിപന്നാസീദന്തി യഥാ വാലുകസേതവഃ. ഹേ ലക്ഷ്മണ, എല്ലാ ജീവജാലങ്ങളിലും ദൈവത്തിൻ്റെ ഭാരം, ദൈവസ്യ അതിഭാരഃ നാസ്തി. ദൈവത്തെ അതിക്രമിച്ച് തൂങ്ങി നിൽക്കാൻ നമുക്ക് പറ്റില്ല. എന്നുവെച്ചാൽ ദൈവമാണ് അധികം തൂങ്ങുക. വിധിയെ തടുക്കാൻ നമുക്ക് പറ്റില്ല ലക്ഷ്മണ. ശൂരഃ ച ബലവന്തഃ, ശൂരന്മാരും ബലവാന്മാരും കൃതാസ്ത്രാഹ, അസ്ത്രവിദ്യയുടെ മുഴുവൻ രഹസ്യം അറിയുന്നവരുമായവർ കാലാഭിപന്നാഹ, കാലത്തിന് വശകരായാൽ വാലുകസേതവഃ യഥാ സീദന്തി തഥാ ഭവതി. വെള്ളപ്പൊക്കത്തിലെ മണൽത്തരി പോലെ ആയി പോകുന്നു. എന്ന് വെച്ചാൽ
ഇത്ര ശക്തിയൊക്കെ ഉണ്ട്, പക്ഷെ കാലാഭിപന്നന്മാരായി കഴിഞ്ഞാൽ അവർ ഒഴുകിപ്പോകുന്നു. വീര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ രണ്ടാളുടെ കാര്യവും പോക്കാണ്, നമ്മൾ രണ്ടാളും മരിക്കാൻ പോവുകയാണ് എന്നാണ് രാമൻ ലക്ഷ്മണനോട് ഇതി ബ്രുവാണോ ദൃഢസത്യവിക്രമോ മഹായശാദാശരഥി പ്രതാപവാൻ അവേക്ഷ്യ സൗമിത്രിമുദാരവിക്രമോ സ്ഥിരം തഥാ സ്വാം മതിമാത്മനാ കരോത്. സത്യവിക്രമനായ രാമൻ, ഉദാരവിക്രമനായ രാമൻ, മഹായശസ്കനായ രാമൻ, പ്രതാപവാനായ രാമൻ, ഇതൊക്കെ വിശേഷണമാണ്. അപ്പോൾ ദൃഢസത്യവിക്രമനും ഉദാരവിക്രമനും മഹായശസ്കനും പ്രതാപവാനുമായ രാമൻ ലക്ഷ്മണനെ നോക്കി ഇപ്രകാരം പറഞ്ഞ് പെട്ടെന്ന് തന്നെ സ്വന്തം ബുദ്ധിയെ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആദ്യം ഒന്ന് ഇളകിപ്പോയി, ആദ്യം കുറച്ചൊന്ന് ഇളകിപ്പോയി, പക്ഷെ പെട്ടെന്ന് തന്നെ ബുദ്ധിയെ ഉറപ്പിച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ ആരണ്യകാണ്ഡേ ഏകോനസപ്തതിതമഃ സർഗഃ. ഇങ്ങനെ ആർഷമായ വാൽമീകി രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൽ 69ാമത്തെ സർഗം സമാപിച്ചു. 70 വളരെ ചെറുതാണ്, അതുകൂടി വായിക്കാം. വളരെ ചെറുതാണ്. തൗ തു തത്ര സ്ഥിതൗ ദൃഷ്ട്വാ ഭ്രാതരൗ രാമലക്ഷ്മണൗ ബാഹുപാശപരിക്ഷിപ്തൗ കബന്ധോ വാക്യമബ്രവീത്. ആ സമയത്ത് കബന്ധൻ ബാഹുപാശപരിക്ഷിപ്തൗ, തൻ്റെ കൈകളാകുന്ന കയറുകളെ കൊണ്ട് കെട്ടപ്പെട്ടവരായ അവർ രണ്ടുപേരെയും ഭ്രാതരൗ രാമലക്ഷ്മണൗ ദൃഷ്ട്വ, രാമലക്ഷ്മണന്മാരെ നോക്കിയിട്ട് വാക്യമബ്രവീത്, കബന്ധൻ ഇപ്രകാരം ചോദിച്ചു, പറഞ്ഞു അവരോട്. തിഷ്ഠന്ത കിം नु മാം ദൃഷ്ട്വാ ക്ഷുധാർത്ഥം ക്ഷത്രിയർഷഭൗ ആഹാരാർത്ഥം തു സന്ദിഷ്ടൗ ദൈവേന ഗതചേതസൗ. ദൈവേന ആഹാരാർത്ഥം സന്ദിഷ്ടവും, ദൈവവശാൽ എൻ്റെ ഭക്ഷണത്തിനായിക്കൊണ്ട് നൽകപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. ഗതചേതസൗ ക്ഷത്രിയർഷഭൗ, ബുദ്ധി നശിച്ച ക്ഷത്രിയന്മാരാണ് നിങ്ങൾ. ധൈര്യം കൈവിട്ട, എൻ്റെ പിടിയിൽപ്പെട്ടതുകൊണ്ട് ധൈര്യം കൈവിട്ട ക്ഷത്രിയന്മാരാണ് നിങ്ങൾ. ക്ഷുധാർത്ഥം മാം ദൃഷ്ട്വാ കിംനു തിഷ്ഠത, വിശക്കുന്ന എന്നെ കണ്ടിട്ട് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? വിശന്നുകൊണ്ടിരിക്കുന്ന എന്നെ കണ്ടിട്ട് നിങ്ങൾ പിന്നെയും നിൽക്കുന്നത് എങ്ങനെയാണ്? തച്ഛ്രുത്വാ ലക്ഷ്മണോ വാക്യം പ്രാപ്തകാലം ഹിതം തദാ ഉവാചാർത്തിം സമാപന്നോ വിക്രമേ കൃതനിശ്ചയഃ. ആർത്തിം സമാപന്നഃ ലക്ഷ്മണഃ, അപകടത്തിൽ ദുഃഖത്തിൽപ്പെട്ടവനായ ലക്ഷ്മണൻ. തച്ഛ്രുത്വ, അത് കേട്ടിട്ട്, വിക്രമേ കൃതനിശ്ചയ, വിക്രമം ചെയ്യാൻ നിശ്ചയിച്ചവനായിട്ട്, പ്രാപ്തകാലം ഹിതം വാക്യം ഉവാച, സമയത്തിനനുസരിച്ച് യുക്തമായ വാക്യത്തെ മറുപടി പറഞ്ഞു. രാമനല്ല, ലക്ഷ്മണനാ പറയുന്നത്. ത്വാം ച മാം ച പുരാതൂർണം ആദത്തേ രാക്ഷസാധമഃ തസ്മാദസിഭ്യാം അസ്യാശു ബാഹോ ഛിന്ദാവഹേ ഗുരു. ഹേ രാമ, ഈ രാക്ഷസാധമൻ നിന്നെയും എന്നെയും വേഗം വിഴുങ്ങും. അതിനു മുമ്പായിട്ട് ഇവൻ്റെ നീണ്ട 2 കൈകളെയും നമുക്ക് വാളുകൾ കൊണ്ട് വെട്ടിമുറിക്കാം. ഭീഷണോയം മഹാകായോ രാക്ഷസോ ഭുജവിക്രമഃ ലോകം ഹ്യതിജിതം കൃത്വാ ഹ്യാവാം ഹന്തുമിഹേച്ഛതി. ഈ മഹാശരീരത്തോടു കൂടിയ ഭീഷണനായ രാക്ഷസൻ കൈക്ക് വലിയ വിക്രമമുള്ളവനാണ്.
അവൻ ലോകത്തെ മുഴുവൻ ജയിക്കാൻ യോഗ്യനാണ്. അവൻ ഇപ്പോൾ നമ്മളെ തിന്നാനാണ് വിചാരിക്കുന്നത്. നിശ്ചേഷ്ടാനാം വധോ രാജൻ, നിശ്ചേഷ്ടാനാം വധോ രാജൻ കുത്സിതോ ജഗദീപതേ എന്താ? നിശ്ചേഷ്ടാനാം വധോ രാജൻ കുത്സിതോ ജഗദീപതേ ക്രതുമധ്യോപനീതാനാം പശൂനാമിവ രാഘവ. ഹേ ജഗദീപതേ, അല്ലയോ ലോകനാഥ രാമ, മധ്യോപനീതാനാം പശൂനാമിവ, യാഗത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരപ്പെട്ട പശുക്കളെ പോലെ നിശ്ചേഷ്ടന്മാരുടെ വധം കുത്സിതമാണല്ലോ. എന്ന് വെച്ചാൽ അർത്ഥം, ഇവനെ നമ്മൾ എങ്ങനെ കൊല്ലും? ഇവന് തലയില്ലല്ലോ, അവർ കൊല്ലാൻ പാടില്ല. ബുദ്ധിയില്ലാത്തവരെ, തലയില്ലാത്തവരെ കൊല്ലാൻ പാടുണ്ടോ? എന്താണ് ചെയ്യുക? ഇങ്ങോട്ട് എതിരിടാൻ അവൻ വരുന്നില്ലല്ലോ. അവൻ നമ്മളെ ഭക്ഷിക്കാനല്ലേ പോണത്. അവൻ ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നില്ല. അവൻ യുദ്ധത്തിന് വന്നാൽ അവനെ കൊല്ലാം. അവന് തലേയില്ല. അപ്പം എങ്ങനെ അവനെ കൊല്ലും? അപ്പം യാഗത്തിൽ കൊണ്ടുവരപ്പെട്ട പശുവെ കൊല്ലാൻ ക്ഷത്രിയന് അധികാരമില്ല. അപ്പം ക്ഷത്രിയന്മാർക്കത് വിഹിതമല്ല. കാരണം യാഗത്തിൽ കെട്ടിയിട്ട പശു സ്വാതന്ത്ര്യമില്ലല്ലോ, അങ്ങനെ കെട്ടിയിട്ടതല്ലേ. അങ്ങനെയുള്ളതിനെ കൊല്ലാൻ പാടില്ല. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെയേ കൊല്ലാൻ പാടുള്ളൂ ക്ഷത്രിയന്മാർക്ക്. അപ്പം ഇവനാണെച്ചാൽ ഇവൻ്റെ കയ്യിൽ നമ്മൾ പെട്ടതാണ്. ഇവനാണെച്ചാൽ തലയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഏത് സഞ്ചൽപിതം ശ്രുത്വാ തയോ ക്രുദ്ധസ്തു രാക്ഷസഃ വിദാര്യാസ്യം തദാ രൗദ്ര തൗ ഭക്ഷയിതുമാരഭത്. ഇത് കേട്ട ഉടനെ തന്നെ ക്രുദ്ധനായ രാക്ഷസൻ വായ വിടർത്തി അവർ രണ്ടുപേരെയും ഒന്നിച്ച് ഭക്ഷിക്കാൻ ആരംഭിച്ചു. തദസ്തൗ ദേശകാലജ്ഞൗ ഖഡ്ഗാഭ്യാമേവ രാഘവൗ അച്ഛിന്ദതാം സുസംഹൃഷ്ടൗ ബാഹൂ തസ്യാം സദേശയോഃ. ആ സമയത്ത് ദേശകാലജ്ഞന്മാരായ രാഘവന്മാർ തങ്ങളുടെ വാളുകളെ കൊണ്ട് അവൻ്റെ രണ്ട് കൈകളെയും ചുമലിന് താഴെയായി മുറിച്ചു കളഞ്ഞു. ഇവിടെ വെച്ച് മുറിച്ചു രണ്ട് കൈയും. ദക്ഷിണോ ദക്ഷിണം ബാഹും അസക്തമസിനാ തതഃ ചിച്ഛേദ രാമോ വേഗേന സവ്യം വീരസ്തു ലക്ഷ്മണഃ. സമർത്ഥനായ രാമൻ തൂങ്ങി നിന്ന വലത്തെ കയ്യിനെ മുറിച്ചു വീഴ്ത്തി. വീരനായ ലക്ഷ്മണൻ ഇടത്തെ കയ്യിനെയും അതുപോലെ മുറിച്ചു നീക്കി. ആദ്യത്തെ വെട്ടുകൊണ്ടിട്ട് കൈ തൂങ്ങി, അതിനെ മുറിച്ച് കളഞ്ഞു. അങ്ങനെ രാമൻ വലത്തെ കൈയും ലക്ഷ്മണൻ ഇടത്തെ കൈയും മുറിച്ചു. സ പപാത മഹാബാഹു ഛിന്നബാഹുർമഹാസ്വനഃ ഖം ച ഗാം ച ദിശശ്ചൈവ നാദയൻ ജലദോ യഥാ. രണ്ട് കൈയും മുറിക്കപ്പെട്ടവനായ ആ മഹാബാഹുക്കളോടുകൂടിയ അവൻ ആകാശത്തെയും ഭൂമിയെയും കുലുക്കി മറിച്ചുകൊണ്ട് മേഘം എന്ന പോലെ ഗർജിച്ച് പപാത ഭൂമിയിൽ വീണു. സ നികൃത്തൗ ഭുജൗ ദൃഷ്ട്വാ ശോണിതൗഘപരിപ്ലുതഃ ദീനപപ്രച്ഛതൗ വീരൗ കൗ യുവാം ഇതി ദാനവഃ. തൻ്റെ രണ്ട് കൈകളും മുറിക്കപ്പെട്ടവയായി കണ്ട് രക്തത്തിൽ മുങ്ങിയവനായ ആ ദീനനായ രാക്ഷസൻ, നിങ്ങൾ രണ്ട് വീരന്മാരാരാണ് എന്ന് ചോദിച്ചു. ഇതി തസ്യ ബ്രുവാണസ്യ
ലക്ഷ്മണശുഭലക്ഷണഃ ശശംസ തസ്യ കാകുസ്ഥം കബന്ധസ്യ മഹാബലഃ. ഇപ്രകാരം ചോദിച്ച അവനോട് ശുഭലക്ഷണനായ ലക്ഷ്മണൻ, അപ്പോൾ ശുഭലക്ഷണനായിപ്പോയി, പേടിയൊക്കെ പോയി. ലക്ഷ്മണൻ രാമനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആരെന്നല്ല പറഞ്ഞത്, ഇതാരാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അയമിക്ഷ്വാകുദായാദോ രാമോ നാമ ജനൈശ്രുതഃ അസ്യൈവാവരജം വിദ്ധി ഭ്രാതരം മാം ച ലക്ഷ്മണം. ഇക്ഷ്വാകുകുലത്തിൽ ജനിച്ചവനായ രാമനെന്ന് ജനങ്ങളാൽ പ്രസിദ്ധനാണ് ഇത്. ഞാൻ ഇയാളുടെ അനുജനാണ്, ലക്ഷ്മണൻ എന്നാണ് എൻ്റെ പേര്. മാത്ര പ്രതിഹൃതേ രാജ്യേ രാമപ്രവ്രാജിതോ വനം മയാ സഹചരത്യേഷോ ഭാര്യയാ ച മഹദ്വനം. അമ്മയാൽ രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട രാമൻ കാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെട്ട് കാട്ടിലെത്തി. എന്നോടും സഹോദരനായ എന്നോടും പത്നിയോടും കൂടി കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചു. അസ്യ ദേവപ്രഭാവസ്യ വസതോ വിജനേ വനേ രാക്ഷസാപഹൃത ഭാര്യ യാമിച്ഛന്തൗ ഇഹാഗതൗ. അങ്ങനെ ദേവപ്രഭാവനായി കാട്ടിൽ കഴിയുന്ന രാമൻ്റെ പത്നി ഭാര്യ രാക്ഷസനാൽ അപഹരിക്കപ്പെട്ടു. അവളെ അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ത്വം തു കോ കിം വാ കിമർത്ഥം വാ കബന്ധസദൃശോ വനേ ആസ്യേനോരസി ദീപ്തേന ഭഗ്നജംഘോ വിചേഷ്ടസേ. നീ ആരാണ്? ഇങ്ങനെ തലയില്ലാത്ത രൂപത്തോടുകൂടി വയറിൽ വായയുമായി കാലൊടിഞ്ഞവനായി നീ എന്താണ് നിലകൊള്ളുന്നത്? അപ്പോൾ കാലൊടിഞ്ഞിട്ടുമുണ്ട്, അത് ആദ്യം പറഞ്ഞിട്ടില്ല. ഏവ മുക്തക്കബന്ധസ്ഥു ലക്ഷ്മണേനോത്തരം വചഃ ഉവാച പരമപ്രീത തദിന്ദ്രവചനം സ്മരൻ. ആ സമയത്ത് ലക്ഷ്മണൻ്റെ ഉത്തരം ലക്ഷ്മണനോട് വളരെ സന്തോഷത്തോടു കൂടി ആ കബന്ധൻ ഇന്ദ്രൻ്റെ വചനത്തെ ഓർമ്മിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു. സ്വാഗതം വാ നരവ്യാഘ്രൗ ദിഷ്ട്യാ പശ്യാമി ചാപ്യഹം ദിഷ്ട്യാ ചേമൗ നികൃത്തൗ മേ യുവാഭ്യാം ബാഹുബന്ധനൗ. അല്ലയോ മനുഷ്യക്കടുവകളെ, നിങ്ങൾക്ക് സ്വാഗതം. എൻ്റെ മഹാഭാഗ്യം കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാനിടയായത്. മഹാഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൈകളെ മുറിച്ചത്. വിരൂപം യച്ഛ മേ രൂപം പ്രാപ്തം ഹ്യവിനയാദ്യഥാ തന്മേ ശൃണു നരവ്യാഘ്ര തത്വദശംസതസ്തവ. അല്ലയോ മനുഷ്യശ്രേഷ്ഠ, എൻ്റെ ഗർവ് കൊണ്ട്, വിനയരാഹിത്യം കൊണ്ട്, അവിനയാത്, എൻ്റെ വിനയരാഹിത്യം കൊണ്ട് ഞാൻ എങ്ങനെ വിരൂപിയായി തീർന്നു എന്നുള്ളതും മറ്റും യഥാവത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടാലും. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാണ്ഡേ സപ്തതിതമ സർഗഃ. ഇങ്ങനെയാണ് ആരണ്യകാണ്ഡത്തിൽ 70ാമത്തെ സർഗം. ഇനി കബന്ധൻ്റെ കഥ കബന്ധം പറഞ്ഞു കൊടുക്കുന്നതാണ്. അതടുത്ത സർഗം, അതടുത്ത പ്രാവശ്യം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.